ഹായ് ഹലോ, എല്ലാവർക്കും സിനീസ് ലേണിംഗ് ജേണിയിലേക്ക് സ്വാഗതം. വെൽക്കം ടു സിനീസ് ലേണിംഗ് ജേണി. അപ്പൊ നമ്മൾ SSLC ഫിസിക്സ് ചാപ്റ്റർ 1 സൗണ്ട് വേവ്സ് ആണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. നമ്മൾ ആ ചാപ്റ്റർ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളെ എവിടെ വരെയാണ് എത്തി നിൽക്കുന്നത്? റിവർബറേഷൻ വരെയാണ് എത്തി നിൽക്കുന്നത് അല്ലേ. നമ്മള് റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട് പഠിച്ചു. മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട്, അതായത് സൗണ്ട് പ്രതിപദിക്കുമെന്നും അതിന്റെ ശബ്ദത്തിന്റെ ആവർത്തന പ്രതിപദന എന്ത്, എക്കോ അഥവാ പ്രതിധ്വനി എന്ത്, റിവർബറേഷൻ അഥവാ അനുരണനം എന്താണ്, ഇതൊക്കെ നമ്മൾ നോക്കിയല്ലേ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ലിമിറ്റ്സ് ഓഫ് ഓഡിബിലിറ്റി, അതായത് ശ്രവണ പരിധി. പ്രകൃതിയിൽ പല ആവൃത്തിയിലുള്ള ശബ്ദങ്ങൾ ഉണ്ടാവുന്നുണ്ടെന്ന് പറഞ്ഞു അല്ലെ. പ്രകൃതിയിൽ പല ആവൃത്തി, പല ഡിഫറെന്റ് ഫ്രീക്വൻസിയിലുള്ള സൗണ്ടുകൾ ഉണ്ടാവുന്നു. ഇതെല്ലാം സാധാരണ കേൾവിശക്തിയുള്ള ഒരു മനുഷ്യന് കേൾക്കാൻ പറ്റുമോ? ഇല്ല അല്ലേ. അതെ, തീർച്ചയായിട്ടും എല്ലാ ശബ്ദങ്ങളും, ഇത്രയും ഫ്രീക്വൻസിയിലുള്ള എല്ലാ ശബ്ദങ്ങളും ഒരു മനുഷ്യന് കേൾക്കാൻ പറ്റില്ല. അതായത് മനുഷ്യന് കേൾക്കാൻ പറ്റുന്ന ശബ്ദത്തിന് ഒരു പരിധി ഉണ്ട് അല്ലേ. അതല്ലേ അതിന്റെ അർത്ഥം. അതായത് നമുക്ക് കേൾക്കാൻ പറ്റുന്ന ശബ്ദത്തിന് ഒരു പരിധിയുണ്ട്. അതാണ് ലിമിറ്റ്സ് ഓഫ് ഓഡിബിലിറ്റി. ആ പരിധി എത്രയാണെന്നാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. മനുഷ്യന് ശ്രവണസാധ്യമായത്, അതായത് കേൾക്കാൻ പറ്റുന്ന ശബ്ദം എന്ന് പറയുന്നത് 20 ഹെഡ്സ് മുതൽ 20,000 ഹെഡ്സ് വരെയാണ്. 20,000 ഹെഡ്സ് അഥവാ 20 കിലോ ഹെഡ്സ്. Human ear can typically hear the sound frequency ranging from 20 Hz to 20,000 Hz. അല്ലെ, ഈ 20 ഹെഡ്സിന് താഴെയുള്ള സൗണ്ടിനെ നമ്മൾ ഇൻഫ്രാസോണിക് എന്നും 20,000 എബോ ഉള്ള സൗണ്ടിനെ നമ്മൾ അൾട്രാസോണിക് എന്നും പറയുന്നു. എന്താണ്? The sound below 20 Hz are called infrasonic and the sound above 20,000 Hz are called ultrasonic sound. ഓക്കെ, ഇൻഫ്രാസോണിക് സൗണ്ട് എന്ന് പറയുമ്പോൾ ഒരു ഉദാഹരണം എന്താ? ഭൂകമ്പ തരംഗങ്ങൾ. നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഈ ചാപ്റ്ററിൽ തന്നെ നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഭൂകമ്പ തരംഗങ്ങൾ അഥവാ സീസ്മിക് വേവ്സ് അല്ലെ, അത് ഇൻഫ്രാസോണിക് വേവ്സിന് ഒരു ഉദാഹരണമാണ്. അതുകൊണ്ട് തന്നെ വളരെ ലോ സൗണ്ട്, ചില ആനിമൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ലോ സൗണ്ടും എന്തിനു ഉദാഹരണമാണ്? ഇൻഫ്രാസോണിക് സൗണ്ടിന് ഉദാഹരണമാണ്. വൈബ്രേഷൻ പ്രൊഡ്യൂസ്ഡ് ബൈ എർത്ത് വേവ്സ് ആൻഡ് സം ലോ സൗണ്ട് പ്രൊഡ്യൂസ്ഡ് ബൈ ആനിമൽസ്. അൾട്രാസോണിക് സൗണ്ടിന് എന്താണ് ഉദാഹരണങ്ങള്? മെഡിക്കൽ ഇമേജിംഗ് അല്ലെങ്കിൽ അൾട്രാസോണോഗ്രഫി എന്ന് പറയും. അത് അൾട്രാസോണിക് സൗണ്ടിന് ഒരു ഉദാഹരണമാണ്. അതേകണക്ക് തന്നെ വവ്വാലുകള് രാത്രിയിൽ സുഗമമായിട്ട് സഞ്ചരിക്കാനും ഇരപിടിക്കാനും ഒക്കെ ഈ അൾട്രാസോണിക് സൗണ്ടിനെ ആശ്രയിച്ചാണ് ചെയ്യുന്നത്. അൾട്രാസോണിക് സൗണ്ട്സിന് എക്സാമ്പിൾ ഏതൊക്കെയാണ്? The sound used in medical imaging or ultrasonography അല്ലെ. പിന്നെ എന്താണ്? Used by bats in echolocation അല്ലെ. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാം. ഇപ്പോ നമ്മൾ എന്താ പറഞ്ഞത്? മനുഷ്യന് ശ്രവണസാധ്യമായിട്ടുള്ള സൗണ്ട് 20 ഹെഡ്സ് മുതൽ 20,000 ഹെഡ്സ് വരെയാണെന്ന് പറഞ്ഞു അല്ലെ. അതിന് താഴെയുള്ള സൗണ്ടിനെ ഇൻഫ്രാസോണിക് എന്നും അതിന് മുകളിലുള്ള സൗണ്ടിനെ അൾട്രാസോണിക് സൗണ്ട് എന്നും പറയുന്നു. നമുക്ക് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന ഒരു ചിത്രീകരണത്തിലേക്ക് പോകാം. അതായത് അവിടെ നായകള് അല്ലെ, ഡോഗ്സിന് ഈ 20,000 ഹെഡ്സ് മുതലും അൾട്രാസോണിക് സൗണ്ടും കേൾക്കാൻ പറ്റും എന്ന് പറയുന്നുണ്ട്. അതായത് ഡോഗ്സിന്. അതായത് അതുകൊണ്ടാണ് നമ്മുടെ ഡോഗ്സിനെ നമുക്ക് മനുഷ്യന്മാർക്ക് ട്രെയിൻ ചെയ്യാൻ പറ്റുന്നില്ലേ. അതെന്തുകൊണ്ടാണ്? അവർക്ക് നമ്മുടെ സൗണ്ടും കേൾക്കാൻ പറ്റും, എന്നാൽ അതിൽ കൂടുതൽ പരിധിയിലുള്ള സൗണ്ടും കേൾക്കാൻ പറ്റും. അതായത് അൾട്രാസോണിക് സൗണ്ടും കേൾക്കാൻ പറ്റും. അതായത് ഈ നായകളെ ട്രെയിൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഗാൾട്ടൻ വിസിൽ എന്ന് പറയുന്ന ഒരു വിസിലുണ്ട്. ഗാൾട്ടൻ വിസിൽ. ആ വിസിലിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 30 കിലോ ഹെഡ്സ് ആണ്. അതായത് 30,000 ഹെഡ്സ്. അതെന്ന് പറയുന്നത് നമ്മുടെ മനുഷ്യന് കേൾക്കാൻ കഴിയുന്ന ഫ്രീക്വൻസിയേക്കാൾ ഉയർന്ന ശബ്ദമല്ലേ. അതുപോലെ പ്രാവുകള്, പീജിയൻസ്, അതിന് ഇൻഫ്രാസോണിക്. അതുപോലെ തന്നെ മനുഷ്യന് ശ്രവണസാധ്യമായതും കേൾക്കാൻ പറ്റും. അത് കണക്ക് മോത്സ് അഥവാ നിശാശലഭങ്ങൾ, അവയ്ക്ക് അൾട്രാസോണിക് സൗണ്ടിന്റെ ഒരു പരിധിവരെയും കേൾക്കാൻ പറ്റും. അതുപോലെ തന്നെ മനുഷ്യന് ശ്രവണസാധ്യമായതും കേൾക്കാൻ പറ്റും. അത് കണക്ക് പൂച്ചയോ, നിങ്ങൾക്കറിയാം പൂച്ച, നമ്മൾ പറയുന്ന പൂച്ചയ്ക്ക് കേൾക്കാൻ പറ്റത്തില്ലേ. അതേകണക്ക് തന്നെയാണ് പൂച്ചയ്ക്ക് നമ്മൾ പറയുന്ന നമ്മുടെ ശ്രവണസാധ്യമായതും കേൾക്കാൻ പറ്റും, അൾട്രാസോണിക്കിന്റെ കുറച്ച് കേൾക്കാൻ പറ്റും. അതുപോലെ ബാറ്റ്സ്, വവ്വാലുകൾ അല്ലെ, വവ്വാലിനും അതുപോലെ തന്നെയാണ് ഇത് അൾട്രാസോണിക്കും കേൾക്കാൻ പറ്റും, മനുഷ്യൻ ശ്രവണസാധ്യമായ ഒരു പരിധി വരെയും കേൾക്കാൻ പറ്റും. അതുപോലെ ആനയ്ക്ക് ഇൻഫ്രാസോണിക്കിന്റെ ഒരു പരിധി വരെയും കേൾക്കാൻ പറ്റും. നമ്മൾക്ക് ശ്രവണസാധ്യമായിട്ടുള്ള
അതും കേൾക്കാൻ പറ്റും. അതുകൊണ്ടല്ലേ ആനയെ നമ്മൾ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നേ. അത് കണക്ക് തന്നെ ഇപ്പം പ്രകൃതിയിൽ ഉണ്ടാകുന്ന ദുരന്തങ്ങൾ മുൻകൂട്ടി മൃഗങ്ങൾക്ക് അറിയാൻ പറ്റൂ എന്നൊക്കെ നമ്മളിങ്ങനെ കേട്ടിട്ടില്ലേ. ഇപ്പോ വയനാട്ടിലെ ഒരു ഗ്രാമം തന്നെയൊക്കെ ഇല്ലാതായപ്പോ അവിടെയും ആനകൾ കൂട്ടമായിട്ട് അവ നിന്നിരുന്ന ഭാഗത്ത് നിന്നും മാറിപ്പോയി എന്ന് പറയുന്നില്ലേ. അതായത് ഇവർക്ക് ഈ വളരെ ചെറിയ ഇൻഫ്രാസോണിക്കിന്റെ, അതായത് 20 ഹെർട്സിൽ താഴെയുള്ള സൗണ്ട് എന്ത് ചെയ്യും, കേൾക്കാൻ പറ്റും. അതായത് ഭൂകമ്പ തരംഗം ഉണ്ടാകുമ്പോൾ, അതായത് ഭൂകമ്പ തരംഗത്തിന്റെ സൗണ്ട് ഇവർക്ക് കേൾക്കാൻ പറ്റും ആനകൾക്ക്. അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് അൾട്രാസോണിക് വേവ്സ് യൂസ് ചെയ്യുന്ന സന്ദർഭങ്ങൾ, അതായത് അൾട്രാസോണിക് വേവ്സ് ഉപയോഗിക്കുന്നത് എവിടേക്കാണെന്ന് നോക്കാം അല്ലേ. നമുക്കറിയാം അൾട്രാസൗണ്ട് സ്കാനിങ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ. അതെ, അൾട്രാസൗണ്ട് സ്കാനിങ്ങിൽ എന്താണ് ചെയ്യുന്നത്? ഞാൻ മുമ്പ് ഒരു പദം പറഞ്ഞു, അൾട്രാസോണോഗ്രഫി അഥവാ മെഡിക്കൽ ഇമേജിംഗ് എന്ന് പറഞ്ഞു അല്ലേ. അതെന്താണ്? ഈ അൾട്രാസൗണ്ട് സ്കാനിങ്ങിലൊക്കെ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മുടെ ആന്തരിക അവയവങ്ങൾ സ്കാൻ ചെയ്തിട്ട് അതിന്റെ ചിത്രം രൂപപ്പെടുത്തി, അതിന്റെ ഒരു പ്രതിബിംബം രൂപപ്പെടുത്തിയാണ് എടുക്കുന്നത് അല്ലേ. അതെങ്ങനെയായിരിക്കാം? എങ്ങനെയാണ്? അതായത് അൾട്രാസോണിക് സൗണ്ട് നമ്മുടെ ശരീരതലങ്ങളിലൂടെ സഞ്ചരിച്ച് ഈ സാന്ദ്രതാ വ്യതിയാനമുള്ള, അതായത് വേരിയിങ് ഇന്റൻസിറ്റി ഉള്ള ഭാഗങ്ങളിൽ തട്ടി എന്തും പ്രതിപദിക്കുമ്പോൾ ഈ തരംഗങ്ങള് വൈദ്യുത സിഗ്നലുകളായിട്ട് കൺവേർട്ടഡ് ഇൻറ്റു ഇലക്ട്രിക് സിഗ്നൽസ്. അങ്ങനെയാണ് എന്ത് ഫോം ചെയ്യുന്നത്? ഇന്റേണൽ ഓർഗൻസിന്റെ ഇമേജ് ഫോം ചെയ്യുന്നത്. ഈ ടെക്നിക്കാണ്, അല്ലെങ്കിൽ ഈ സാങ്കേതിക വിദ്യയാണ് അൾട്രാസോണോഗ്രഫി എന്ന് പറയുന്നത്, ഓഫൺ കോൾഡ് ആസ് മെഡിക്കൽ ഇമേജ്. അപ്പൊ നമ്മൾ പറഞ്ഞു അൾട്രാസോണിക് സൗണ്ടുകളെ നമ്മൾ മെഡിക്കൽ ഫീൽഡിൽ വൈദ്യശാസ്ത്ര രംഗത്ത് യൂസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു അല്ലെ. രോഗം നിർണ്ണയിക്കുന്നതിനും ചികിത്സിക്കാനും ഒക്കെ എന്തുപയോഗിക്കുന്നുണ്ടെന്ന് പറഞ്ഞു? അൾട്രാസോണിക് സൗണ്ട് യൂസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു അല്ലെ. അത് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് നോക്കാം. ഒന്നെന്ന് പറയുന്നത് ഈ വൃക്കയിൽ ഉണ്ടാകുന്ന കല്ല് പൊടിച്ചു കളയാനായിട്ട് നമ്മൾ കീഹോളൊക്കെ ചെയ്തില്ലേ, അതുപോലെ വൃക്കയിൽ ഉണ്ടാകുന്ന കല്ല് പൊടിച്ചു കളയാനായിട്ട് എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? അൾട്രാസോണിക് സൗണ്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ടു ക്രഷ് സ്മോൾ സ്റ്റോൺസ് ഇൻ ദി കിഡ്നി. പിന്നെ എന്താണ് രണ്ടാമെന്ന് പറയുന്നത്? ഫിസിയോതെറാപ്പിയിൽ യൂസ് ചെയ്യുന്നുണ്ട്. മൂന്നാമത്തേത് എന്താണ്? നമ്മുടെ ആന്തരിക അവയവങ്ങളിലെ വൃക്ക, കരൾ, പിത്തസഞ്ചി, ഗർഭപാത്രം അങ്ങനെയൊക്കെയുള്ള ഓർഗൻസിന്റെ, അവയവങ്ങളുടെ പ്രതിബിംബം രൂപപ്പെടുത്താനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ടു ടേക്ക് ഇമേജസ് ഓഫ് ഇന്റേണൽ ഓർഗൻസ് സച്ച് ആസ് കിഡ്നി, ലിവർ, ഗോൾ ബ്ലാഡർ, യൂട്രസ്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു വവ്വാലുകൾക്ക് രാത്രിയിൽ സുഗമമായി സഞ്ചരിക്കാനും ഇരപിടിക്കാനും ഒക്കെ അൾട്രാസോണിക് സൗണ്ട് യൂസ്ഫുൾ ആവുമെന്ന് പറഞ്ഞു. അതെങ്ങനെയാ? ഇപ്പൊ വവ്വാലുകൾ രാത്രിയിൽ ഇങ്ങനെ സഞ്ചരിക്കുമ്പോ അവര് ഒരു ഇര വരികയാണെങ്കിൽ എന്തായാലും ഈ വവ്വാലുകളിൽ നിന്നുണ്ടാവുന്ന ഈ അൾട്രാസോണിക് സൗണ്ട്, പുറപ്പെടുവിക്കുന്ന അൾട്രാസോണിക് സൗണ്ട് ഇരയിൽ തട്ടി തിരിച്ച് പ്രതിപദിക്കും. അപ്പൊ അതുവഴി ഇവർക്ക് ഈസി ആയിട്ട് ഇര പിടിക്കാനായിട്ട് കഴിയും. യൂസിങ് അൾട്രാസോണിക് സൗണ്ട് ദ ബാറ്റ്സ് ക്യാൻ smoothly travel and easily catch prey even in darkness. പിന്നെ എന്താണ്? സർപ്പിൾ ആകൃതിയിലുള്ള, അതായത് സ്പൈറൽ ഷേപ്പിലുള്ള ട്യൂബുകള്, നിശ്ചിത ആകൃതിയിലല്ലാത്ത യന്ത്രഭാഗങ്ങള്, ഇലക്ട്രോണിക് ഘടകങ്ങള്, ഇതൊക്കെ വൃത്തിയാക്കാനായിട്ട് എന്തുപയോഗിക്കുന്നുണ്ട്? അൾട്രാസോണിക് സൗണ്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഫോർ ക്ലീനിങ് സ്പൈറൽ ട്യൂബ്സ്, ഇറഗുലർ മെഷീൻ പാർട്സ്, ഇലക്ട്രോണിക് കമ്പോണന്റ്സ് എക്സെട്ര. അതുപോലെ തന്നെ സോണാർ എന്ന് പറയുന്ന ഉപകരണത്തില് ജലത്തിനടിയിലേക്കുള്ള വസ്തുവിന്റെ അകലം കാണാനായിട്ട് ഈ അൾട്രാസോണിക് സൗണ്ട്സ് യൂസ് ചെയ്യുന്നുണ്ട്. സോണാർ എന്ന് വെച്ചാൽ അതിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് സൗണ്ട് നേവിഗേഷൻ ആൻഡ് റേഞ്ചിങ്. ഈ സോണാർ എന്ന് പറയുന്നത് പല ടൈപ്പ് ഉണ്ട്, അതൊക്കെ നമുക്ക് ഹയർ ക്ലാസ്സുകളിൽ പഠിക്കാം. അതായത് ഇപ്പൊ ഷിപ്പിലൊക്കെ സോണാർ യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ഷിപ്പിൽ ഇപ്പം നമ്മൾ സീയിൽ കൂടെ ഒരു ഷിപ്പ് പൊക്കോണ്ടിരിക്കുകയാണെങ്കിൽ ഇതിൽ നിന്നുള്ള സൗണ്ട് വേവ്സ് ജലത്തിനടിയിലേക്ക്, ഇപ്പൊ ജലത്തിനടിയിൽ എന്തെങ്കിലും അണ്ടർ വാട്ടറിൽ എന്തെങ്കിലും ഒബ്സ്റ്റക്കിൾസ്, തടസ്സങ്ങളോ എന്തെങ്കിലും പാറക്കെട്ടുകളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഇതിൽ നിന്ന് എമിറ്റ് ചെയ്യുന്ന സൗണ്ട്, അൾട്രാസോണിക് സൗണ്ട് ഈ പാറയിൽ ചെന്ന് തട്ടി ഇത് പ്രതിപദിക്കും. ഇവിടെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, നമുക്ക് അതൊന്ന് ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ എന്താണ്? ഇഫ് ആൻ അൾട്രാസോണിക് വേവ് എമിറ്റഡ് ബൈ എ ട്രാൻസ്മിറ്റർ ഇൻസ്റ്റാൾഡ് ഓൺ എ ഷിപ്പ് on the surface of the water strikes a rock at the bottom of the sea and returns after 0.2 seconds. What is the distance from the ship to the rock? Consider the speed of ultrasonic wave in seawater as 1522 meter per second. ഇവിടെ എന്താണ് പറയുന്നത്? ഒരു ഷിപ്പിൽ ഘടിപ്പിച്ചിരിക്കുന്ന ട്രാൻസ്മിറ്ററിൽ നിന്നും വരുന്ന അൾട്രാസോണിക് സൗണ്ട് ജലത്തിനടിയിലുള്ള ഒരു റോക്കില്
തട്ടി തിരിച്ച് 0.2 സെക്കൻഡ് കൊണ്ട് തിരിച്ചു വരുന്നുണ്ടെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഷിപ്പും ആ റോക്കും തമ്മിലുള്ള അകലം കണ്ടുപിടിക്കാനാണ് പറയുന്നത്. ഇവിടെ സീ വാട്ടറിലെ അതായത് കടലിലെ അൾട്രാസോണിക് സൗണ്ടിന്റെ വേഗത 1522 മീറ്റർ പെർ സെക്കൻഡ് ആയിട്ട് എടുക്കാനാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ അകലം നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. എപ്പോഴും ഒരു ക്വസ്റ്റ്യൻ തരുമ്പോൾ നമ്മൾ ആദ്യം വേണം എന്താണ് തന്നിരിക്കുന്നത് എന്ന് എടുത്തെഴുതണം. ഇവിടെ എന്താണ് തന്നിരിക്കുന്നത്? നമുക്ക് ടൈം തന്നിട്ടുണ്ട് അല്ലെ. ടൈം എന്ന് പറയുന്നത് 0.2 സെക്കൻഡ് ആണ് അല്ലെ. കണ്ടുപിടിക്കേണ്ടത് എന്താണ്? അകലമാണ്, ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് ഡിസ്റ്റൻസ് കാണാനുള്ള ഫോർമുല നമുക്ക് ഓൾറെഡി അറിയാം. പഠിക്കാത്തവര് മുമ്പത്തെ വീഡിയോ കണ്ട് കൃത്യമായിട്ട് പഠിക്കുക. ഇക്വേഷൻസ് എല്ലാം ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് ഇത് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒരുപാട് വരാനിരിക്കുന്നു. അപ്പൊ ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു എന്താണ്? വി ഇൻറ്റു, അതായത് ഇവിടെ എക്കോയുടെ ഡിസ്റ്റൻസ് ആണ് കാണുന്നത്. അതായത് പ്രതിപതിച്ച് വരുന്ന 2d ആണ് ഇവിടെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പൊ വി ഇൻറ്റു ടി ബൈ 2. അപ്പൊ ഇതിലേക്ക് നമുക്ക് ഈ വാല്യൂ ഇട്ട് കൊടുക്കാം. ഇവിടെ വി എന്ന് പറയുന്നത് എന്തായിട്ട് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്? 1522 മീറ്റർ പെർ സെക്കൻഡ് ആയിട്ട് എടുക്കാൻ പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ വിയുടെ സ്ഥാനത്ത് 1522 ഇൻറ്റു ടി എന്ന് പറയുന്നത് 0.2 സെക്കൻഡ് അല്ലെ. 0.2 ബൈ 2. ഇതും ക്യാൻസൽ ആവുമ്പോ 761 എന്ന് കിട്ടും അല്ലെ. 761 ഇൻറ്റു 0.2 152.2 മീറ്റർ എന്ന് കിട്ടും. അപ്പൊ എത്ര അകലമാണ്? ഷിപ്പും റോക്കും തമ്മിലുള്ള അകലം എത്രയാണ്? 152.2 മീറ്റർ. എനി ടൈപ്പ് ഓഫ് വേവ് എബോവ് എ സർട്ടൻ ഇന്റൻസിറ്റി ക്യാൻ കോസ് ഹാർംഫുൾ എഫക്ട്സ് അല്ലെ. അതെ, ഇവിടെ എന്താണ്? ഒരു നിശ്ചിത തീവ്രതയിൽ കൂടുതലുള്ള ഏതൊരു തരംഗങ്ങളും എന്തുണ്ടാക്കും? ദോഷഫലങ്ങൾ ഉണ്ടാക്കും അല്ലെ. അതെ, അതുപോലെ നമുക്ക് എർത്ത് ക്വേക്ക്, അത് ഭൂകമ്പങ്ങൾ കൊണ്ടുണ്ടാവുന്ന ദോഷഫലങ്ങൾ അല്ലെ. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഭൂകമ്പ തരംഗങ്ങൾ അഥവാ സീസ്മിക് വേവ്സ് എന്ന് പറയുന്നത് എന്താണ്? എർത്തിന്റെ ക്രസ്റ്റിൽ ഉണ്ടാവുന്ന, എർത്തിന്റെ ഉള്ളിലുണ്ടായി ഭൗമോപരിതലത്തിലേക്ക് വരുന്ന വേവ്സ് ആണ് എന്തെന്ന് പറയുന്നത്? സീസ്മിക് വേവ്സ് എന്ന് പറയുന്നത് അല്ലെ. ഈ സീസ്മിക് വേവ്സിനെ കുറിച്ച്, ഭൂകമ്പ തരംഗങ്ങളെ കുറിച്ചുള്ള പഠനമാണ് സീസ്മോളജി. ദ സ്റ്റഡി ഓഫ് സീസ്മിക് വേവ്സ് ആർ കോൾഡ് സീസ്മോളജി. അതുപോലെ തന്നെ നമ്മൾ അതായത് എർത്ത് ക്വേക്കിന്റെ തീവ്രത എത്രയാണ്, ഭൂകമ്പത്തിന്റെ തീവ്രത എത്രത്തോളം ഉണ്ടെന്ന് അളക്കാൻ ഉപയോഗിക്കുന്നതാണ് റിക്ടർ സ്കെയിൽ. ദ ഇന്റൻസിറ്റി ഓഫ് എർത്ത് ക്വേക്ക് ഈസ് ഡിറ്റർമൈൻഡ് ബൈ റിക്ടർ സ്കെയിൽ. അതുപോലെ തന്നെയാണ് സുനാമി അല്ലെ. അതായത് സമുദ്രത്തിന്റെ അടിത്തട്ടിലോ തീരപ്രദേശങ്ങളിലോ ഒക്കെ ഉണ്ടാവുന്ന ഭൂകമ്പങ്ങളാണ് എന്തിൽ കലാശിക്കുന്നത്? സുനാമിയിൽ കലാശിക്കുന്നത് അല്ലെ. നമുക്കറിയാം, നമ്മൾ സുനാമി ഫേസ് ചെയ്തിട്ടുള്ളവരാണ് അല്ലെ. സുനാമി ഉണ്ടാവുമ്പോൾ എന്താ സംഭവിക്കുന്നത്? വൻ തോതിലുള്ള ജലത്തിന്റെ സ്ഥാനമാറ്റമാണ് സംഭവിക്കുന്നത് അല്ലെ. അതായത് കടലിലുള്ള ജലം ഒരുപാട് ഇറങ്ങി പോയിട്ട് വലിയ തിരമാലകളായിട്ട് കരയിലേക്ക് വീശുന്നതല്ലേ സുനാമി എന്ന് പറയുന്നത്. അതെന്തുകൊണ്ടാണ്? ഈ കടലിന്റെ അടിത്തട്ടിലോ അല്ലെങ്കിൽ തീരപ്രദേശങ്ങളിലോ ഉണ്ടാകുന്ന ഭൂകമ്പങ്ങളാണ് സുനാമിയിൽ കലാശിക്കുന്നത് അല്ലെ. ലെറ്റ്സ് സ്റ്റോപ്പ് ഹിയർ. ഓക്കെ, നമുക്ക് ഇവിടെ നിർത്താം. അതായത് നമ്മുടെ സൗണ്ട് വേവ്സ് അഥവാ ശബ്ദതരംഗങ്ങൾ എന്ന ചാപ്റ്റർ ടോപ്പിക് വൈസ് ഇവിടെ തീർന്നിരിക്കുകയാണ്. ഇനി നമുക്ക് ലെറ്റ്സ് അസസ് അഥവാ വിലയിരുത്താം എന്ന് പറയുന്ന ഭാഗമാണ് നോക്കേണ്ടത്. അത് ആ ലെറ്റ്സ് അസസ് എന്ന് പറയുന്ന ഒരു ഭാഗമായിട്ട് ഞാൻ മറ്റൊരു വീഡിയോയിൽ വരുന്നതായിരിക്കും. ഞാൻ പഠിപ്പിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ ബൈ.